അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ നിന്നുള്ള ഒരു വാർത്ത കേട്ടാൽ ആരുമൊന്ന് മൂക്കത്ത് വിരൽ വെച്ചുപോകും. മുലയൂട്ടൽ എന്നത് മാതൃത്വത്തിന്റെ ഏറ്റവും പവിത്രവും സ്വാഭാവികവുമായ ഒന്നായാണ് ലോകം കാണുന്നത്. പക്ഷേ ഇവിടെ 36 വയസ്സുകാരിയായ ജെന്നിഫർ മൾഫോർഡ് എന്ന യുവതി കുഞ്ഞിനെയല്ല, മറിച്ച് സ്വന്തം കാമുകനെ മുലയൂട്ടാൻ വേണ്ടി സ്വന്തം ജോലി തന്നെ രാജിവച്ചിരിക്കുകയാണ്. കുട്ടികളില്ലാത്ത ജെന്നിഫർ തന്റെ കാമുകനും ബോഡി ബിൽഡറുമായ ബ്രാഡ് ലീസനെ മുലയൂട്ടാൻ തീരുമാനിച്ചത് വിചിത്രമായ തീരുമാനമാണ്. അഡൽട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന വിചിത്രമായ ഒരു ലേഖനം വായിച്ചതിനു ശേഷമാണ് ഇവരിങ്ങനെയൊരു തീരുമാനത്തിലെത്തിയത്. മുലയൂട്ടൽ എന്നത് പങ്കാളികൾ തമ്മിലുള്ള വൈകാരിക ബന്ധം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിച്ച ഇവർ അതിനായി തന്റെ ശരീരത്തെ ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഓരോ 2 മണിക്കൂറിലും ഡ്രൈ ഫീഡിംഗ് ചെയ്യാൻ തുടങ്ങി. തങ്ങളുടെ ഈ വിചിത്രമായ ജീവിത രീതിയെക്കുറിച്ച് യാതൊരു സങ്കോചവുമില്ലാതെ അവർ മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു. കിടപ്പുമുറിയിലെ തികച്ചും സ്വകാര്യമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഇവരുടെ പ്രവൃത്തി കടുത്ത വിമർശനങ്ങളാണ് വിളിച്ചുവരുത്തിയത്. പ്രായപൂർത്തിയായ ഒരു പുരുഷന് പങ്കാളിയിൽ നിന്ന് ഇത്തരമൊരു പരിചരണം ആവശ്യമായി വരുന്നത് ഈഡിപ്പസ് കോംപ്ലക്സ് പോലെയുള്ള മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. സ്വന്തം കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ പൊതുയിടങ്ങളിൽ മുലയൂട്ടുന്ന അമ്മമാരെ ഇപ്പോഴും തുറിച്ചുനോക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാൽ ഇതുപോലുള്ള വിചിത്ര ലൈംഗിക താൽപ്പര്യങ്ങളെ കേവലമൊരു തമാശയായോ കൗതുക വാർത്തയായോ മാത്രം കണ്ട് ആഘോഷിക്കുന്നത് വലിയൊരു കാപട്യമാണ്. മുലയൂട്ടൽ എന്ന പവിത്രമായ പ്രവൃത്തിയെ ഇത്രത്തോളം ലൈംഗികവൽക്കരിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന ഇത്തരം പ്രവണതകൾ തീർച്ചയായും അപലപനീയമാണ്.